തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. എല്ലാവരും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിലെ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ, അതായത് 12 ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ നട തുറക്കപ്പെടുന്നത്. ഇപ്പോൾ അതേ മാതൃകയിലുള്ള ഒരു ക്ഷേത്രം കരുനാഗപ്പള്ളിയിലെ ക്ലാപ്പനയിലുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പേര് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. മഹാദേവനും ശ്രീ പാർവതി ദേവിയും ഒരേ ക്ഷേത്രത്തിൽ വാണരുളുന്ന പുരാതനമായ ക്ഷേത്രമാണ് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവൈരാണിക്കുളത്തിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇങ്ങനെയൊരു ക്ഷേത്രം കരുനാഗപ്പള്ളി ക്ലാപ്പനയിൽ സ്ഥിതി ചെയ്യുന്നതായി പലർക്കും അറിവില്ല. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത്. ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശിവപുരാണ യജ്ഞവും നടതുറപ്പ് ജനുവരി 13-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് നട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നതിന് വേണ്ടി നട തുറക്കുകയുണ്ടായി. ആചാരപ്രകാരമുള്ള തിരുവാതിര, പാതിര പൂജൂടൽ, തിരുവാതിര പൊങ്കാല എന്നിവ നടത്തപ്പെടുകയും അതുപോലെ തന്നെ തിരുവൈരാണിക്കുളം ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏകക്ഷേത്രമാണ് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ അനഭിമുഖമായിരിക്കുന്ന മഹാദേവനും ശ്രീ പാർവതി ദേവിയുടെയും ഏകക്ഷേത്രമാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഒരു വർഷത്തിൽ 7 ദിവസത്തെ ദർശനമാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് അടുത്ത വർഷം മുതൽ 12 ദിവസവും നട തുറക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസമാണ് ഇവിടെ നടതുറപ്പ് മഹോത്സവം നടത്തപ്പെടുന്നത്. 12 ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും ദേവീ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് മംഗല്യ സൗഭാഗ്യവും ദീർഘമാംഗല്യവും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രം പോലെ തെക്കൻ കേരളത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏക പാർവതി ദേവി കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണ് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നട തുറക്കുന്നത്. 7 ദിവസത്തെ ദർശന സൗഭാഗ്യം കിട്ടുന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ഇനി എല്ലാ വർഷവും 12 ദിവസവും തിരുവൈരാണിക്കുളം ക്ഷേത്രം പോലെ തന്നെ 12 ദിവസത്തെ ദർശനം ലഭിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത വർഷം മുതൽ. പിന്നെ ആചാര തിരുവാതിരയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പിന്നെ തിരുവാതിര പൊങ്കൽ, തിരുവാതിരയോടനുബന്ധിച്ചുള്ള പൂജൂടൽ ചടങ്ങ്, എട്ടങ്ങാടി നിവേദ്യം, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് തന്നെ ഇവിടെ ആചരിച്ചു പോരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഒരു പെറ്റി ക്ഷേത്രമാണിത്. ഈ അഭൂതപൂർവമായ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള പുരോഗതി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രം ഡെവലപ്പ് ചെയ്യുന്നതിനും ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള സഹായങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ദേവിയെ കണ്ട് തൊഴുത് എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് അടുത്ത വർഷത്തെ നടതുറപ്പിന് മുന്നേ നടന്നു കിട്ടും എന്നത് നിരവധി ഭക്തരുടെ അനുഭവമാണ്. ഈ ദിവസങ്ങളിൽ സ്ത്രീകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുക. ശ്രീ പാർവതി ദേവിയുടെ 12 ദിവസത്തെ നടതുറപ്പ് അത്രമേൽ വിശേഷപ്പെട്ടതായതിനാൽ ദേവിക്ക് ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന വഴിപാടുകളും അതിവിശിഷ്ടമാണ്. വിശ്വാസവും ഐതിഹ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് തന്നെ പറയാം. യോഗനാഥം ന്യൂസ്.